ബ്രെഡോ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. മാംഗോ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മാമ്പഴ സീസണിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ കുറച്ച് ചൈന ഗ്രാസ് വെള്ളം ചേർത്ത് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒരു 5-10 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ ഇത് ഇതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ആ ഒരു ചൈന ഗ്രാസ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ചൈന ഗ്രാസ് മുഴുവനായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം കുറച്ച് തിക്കാവാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് പാലെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഒരു പാലിൽ ഒഴിക്കുകയാണെങ്കിൽ കട്ടകളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതില്ലാതാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ പാല് തിളച്ച് വരുമ്പം ഇതിലേക്ക് കസ്റ്റർഡ് പൗഡർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഷുഗറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു ടൈമിൽ പാലിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയാണെങ്കിലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു കസ്റ്റർഡ് പൗഡർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു പാല് കുറുകി വരുന്ന ടൈം ആകുമ്പം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം. അപ്പോൾ പാല് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് കളർ കുറവ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് കളർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 മാങ്ങയോളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിനായിട്ട് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. മാമ്പഴത്തിനാണെങ്കിൽ നല്ല മധുരമാണ്. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മതി. അപ്പോൾ ദാ മാംഗോ പൂരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച പാല് ഞാൻ സെറ്റ് ആവാൻ വേണ്ടി കുറച്ചൊന്ന് ഫ്രീസറിൽ വെച്ചായിരുന്നു കേട്ടോ, തണുത്തതിന് ശേഷം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ കുറച്ചധികം സെറ്റായി കിട്ടുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ച ആ ഒരു മാംഗോ പൂരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എല്ലാ വശങ്ങളിലും സ്പ്രെഡ് ആവുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പാറ്റുല ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മാങ്ങയാണെങ്കിലും ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് പുഡിംഗ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വശവും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലെവലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാമ്പഴം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പകുതി മാങ്ങ ഇതുപോലെ ഒന്ന് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാംഗോ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത്. നടുക്കായിട്ട് മാംഗോ സ്ലൈസ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും മാതളവും ഇതിൻ്റെ നടുക്കായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടി ഒരു 1/2 മണിക്കൂറോളം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ 1 മണിക്കൂറോളം ഒന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഞാനിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.